ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ച് ചിക്കൻ കറി ആക്കാമെന്ന്. അപ്പോൾ ഞാനാക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കാം. ഞാനാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി. ഞാൻ ആദ്യം ചിക്കനിലേക്ക് എന്തെല്ലാം ഇടുമെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഉപ്പും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പെരക്കി വെക്കും. ഇതും പിന്നെ ചെറുനാരങ്ങ ഇതൊന്ന് പിഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് പെരക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇങ്ങനെ പെരക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇത് ഇവിടെ വെക്കട്ടെ. നമുക്ക് ഉള്ളിയും തക്കാളി ഒന്ന്, പിന്നെ അതിന് വേണ്ട തേങ്ങ എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിന് വറവാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട, കുരുമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല, നമുക്ക് മുളക് പൊടി ഉപയോഗിക്കാം. മല്ലി തന്നെ ആയിട്ട് ഉപയോഗിക്കാം. എന്നിട്ടെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കില്ല, അതുകൊണ്ട് നിങ്ങളും കൂടി കാണിക്കാൻ തീയതി. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയണേ, കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ വേണ്ടു കേട്ടോ. കുറച്ച് ചിക്കനാണ്, ഒരു 3/4 കിലോനുണ്ടാവും ചിക്കൻ. ഇപ്പോൾ എണ്ണ ഒഴിക്കേ വേണ്ട ആദ്യം, പിന്നെ നമുക്ക് ഒന്ന് കാഞ്ഞിട്ടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല, കായുന്നുണ്ട്. ഒന്ന് കുറച്ച് നല്ലോണം കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇടുന്നത് നല്ല ഇട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് കഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്ര മതി. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടുതൽ കരിയുണ്ടാവും. നമുക്കിനി ചിക്കനിലെ മസാല എല്ലാം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി നല്ലോണം ചൂടായി. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു ഉള്ളിയാണ് കേട്ടോ, കറിക്കായതുകൊണ്ട് ഞാൻ ഒരു ഉള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. വലിയ ഉള്ളി ആയതുകൊണ്ട് കുറച്ചധികം, ചെറുതാണെങ്കിൽ ഒരു 2 ഉള്ളി എടുക്കുക. ഇത് കുറച്ച് വലിയ ഉള്ളി, അതുകൊണ്ടാണ്. ഇങ്ങനെ കാഞ്ഞാൽ മതി കേട്ടോ. ഇത്ര മതി. തക്കാളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളി ഇട്ടാൽ, ചെറുതായതുകൊണ്ട് 2. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്തിട്ടല്ലോ. മുളക് പൊടി 1 സ്പൂണ്, 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. 2 സ്പൂൺ. മല്ലിപ്പൊടി വേണ്ട, മല്ലി നമ്മൾ അരക്കുന്നതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മല്ലിപ്പൊടി വേണ്ട.
പിന്നെ ചിക്കൻ മസാലപ്പൊടി വേണം, 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി. ഇത് കരിയുന്നുണ്ട്. 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഇടാം. നേരത്തെ ചട്ടി നല്ല ചൂടായതുകൊണ്ട് പിന്നെ കരിയുണ്ടാകാൻ ഞാൻ താഴെ എടുത്ത് വെച്ചു. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ ഇതാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിടുക, വേവിട്ട്. മറ്റേ സാധനങ്ങളെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം ഇത് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും, എന്നാലും ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു വെക്കാം. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഒരു മൂടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിട്ട്, എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച് അരവയിലിട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിക്സിയിൽ നേരത്തെ നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ട് തേങ്ങയും പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്നോ രണ്ടേ വേണ്ടു. പട്ടയും അങ്ങനെ ഒരു 2 പീസ്, ഗ്രാമ്പും എല്ലാം അത്രയും വേണ്ടു. കുറച്ച് അധികമായാലും ഇതിങ്ങനെ അരച്ചതുകൊണ്ട് കൂടുതൽ മണം വരും. അപ്പം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം. ഇതും കൂടി വെച്ചിട്ട് എത്രയാണോ വെള്ളം കട്ടിയാണെങ്കിൽ കട്ടിയിലാക്കാം. ഗ്രേവി എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പത്തിനാണെങ്കിൽ അതിന് കണക്കായിട്ട് ആക്കി. അപ്പോൾ ഇതാ നല്ല ചിക്കൻ, വറുത്തരച്ച ചിക്കൻ കറി തന്നെ ആയില്ലേ? അടിപൊളി. ഇതിന് വേണം കുറച്ചും കൂടി വെള്ളം കൂട്ടുക. ഇത് കുറച്ചും കൂടി വേവാനുണ്ടല്ലോ. ചിക്കൻ ഒന്നും കൂടി വേവിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല എല്ലാം അതിന് പറ്റും. പിന്നെ നമുക്ക് ഉപ്പും കൂടി നോക്കാം. ഇതിന് ഉപ്പുണ്ടോന്ന്. കുറച്ചും കൂടി വെള്ളം കൂട്ടാം. ലേശം വെള്ളം കൂട്ടാം. മതിയോ? പിന്നെ ഇത് നന്നായിട്ട് തിളക്കുന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെക്കാം. ഉപ്പ് ഉണ്ട്, എന്നാൽ കുറച്ചിടാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒരു 10 മിനിറ്റും കൂടി ഒന്നുകൂടി അടച്ചു വെക്കാം. ഓ, അടിപൊളിയായിട്ട് തിളക്കുന്നത് നോക്കി. സൂപ്പറായില്ലേ? ഇത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുപ്പത്ത് വെക്കാം. കട്ടി വേണമെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇത്ര മതിയെന്ന് തോന്നുന്നു, കൂടുതൽ കട്ടി വേണ്ട. നല്ല കളറായി കറിയെല്ലാം. പിന്നെ നമുക്ക് ഇതിൽ വറവിട്ട് കൊടുക്കാം, വറുത്തിട്ട് കൊടുക്കാം. ഉള്ളിയും കരിവേപ്പിലയും ലേശം മതിയാവും. കടുകൊന്നും വേണ്ട, ഉള്ളി മാത്രം മതി നമുക്ക്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറുങ്ങനെ മുറിച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് കായട്ട് കേട്ടോ. ഇത് ഗോൾഡൻ കളറായിട്ട് നമുക്ക് കരിവേപ്പിലിട്ടിട്ട് കറിയിലേക്ക് തപ്പാം. അപ്പോൾ കായുന്നുണ്ട്. ഇത് ഗോൾഡൻ കളറാകുന്നുണ്ട്. തിരി നമുക്ക് കുറച്ച് കൊടുക്കാം.
അടിപൊളിയായിട്ടില്ല ചിക്കൻ കറി റെഡി. കണ്ടോ, സൂപ്പറായിട്ടേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.